സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പം നമ്മൾ ഇന്നലെ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. നിങ്ങൾക്കറിയാം നമ്മുടെ സാഹചര്യം, 2 പിള്ളേരുണ്ട്. അവരലമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ അലമ്പായി തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തി. പിന്നെ 2 മറ്റേ മുകളിലത്തെ ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അത് കാണിക്കാനും, പിന്നെ നമ്മുടെ വീട് കാണിച്ചപ്പോൾ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മുടെ മിസ്റ്റർ ഡെലിഷ് ജോൺസൺ കാണിക്കുന്നതാണ് ഗൈസ്. ഇന്ന് ഞാൻ ഫ്രെയിമിൽ നിന്ന് പോവാണ്. ഈ ബാക്കി ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത് ഡെലിഷ് ജോൺസൺ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കണത്. ഇപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് തുണികളും പിന്നെ കുറച്ച് വിറകും. ഇത് ഈ വിറക് നമ്മള് വീട് പണി തുടങ്ങിയപ്പോ കയറ്റിയത്. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ ഈ കപ്പി വഴിയാണ് നമ്മളത് കയറ്റിയത്. അടിന്ന് നമ്മള് ഇത്ര താഴ്ത്തുനിന്ന് അവിടുന്ന് വലിച്ച് നമ്മള് മുകളിൽ കയറ്റി. അപ്പൊ ഇവിടെ ഇതാണ്. പിന്നെ ഇത് എന്തിനാ പണിതെന്ന് എനിക്കറിയില്ല, എന്നാലും അല്ല ഇത് വാട്ടർ ടാങ്ക് വെക്കാന്ന് പറഞ്ഞ പണിത്. അത് കഴിഞ്ഞിട്ട് വാട്ടർ ടാങ്ക് വെക്കും. പിന്നെ വീണ്ടും വേറൊരു സ്റ്റാൻഡ് പണിതു. എന്നിട്ട് അതിന്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് വെച്ചിട്ടാ. വാട്ടർ ടാങ്ക് കാണണ്ട, വാട്ടർ ടാങ്ക് കണ്ട. ഇത് സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക് ആണ് കേട്ടാ. വാട്ടർ ടാങ്ക് കാണാൻ പറ്റണ്ട. ഇത് മുകളിൽ കയറി കാണിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് അതിന്റെ മുകളിൽ കയറാൻ ഇത്തിരി പേടിയുണ്ട്. അതുകൊണ്ടാ മുകളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യങ്ങള്. പിന്നെ ഇവിടെ എന്തിപ്പോ കാണിക്കാനുള്ള നമ്മള് മുകളിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. റൂഫ് ഫുള്ള് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം ഒരു തുള്ളി വെള്ളം പോലും വരരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അത് ഇവിടെയും അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും കാണിക്കും. ഇത് നമ്മുടെ ഇത് നമ്മുടെ മറ്റെന്താണ് സെക്കൻഡ് വർക്ക് ഏരിയ. സെക്കൻഡ് വർക്ക് ഏരിയ എന്ന് പറയാം ഇതിന് വേണമെങ്കിൽ. ടെറസിൻ്റെ മുകളിൽ ബാക്കിയുള്ള സ്ഥലം. അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തിട്ടുള്ള പിന്നെ ഇതിൻ്റെ മുകളിലൊരു സോളാറിൻ്റെ പാനൽ അടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ കാര്യമൊന്നുമില്ല, അതിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ സോളാർ ഇനി എന്തെങ്കിലും അല്ലാതും വെക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പണിപ്പെടുത്തിട്ട് എടുത്തിട്ടുണ്ട്. വേണ്ട ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് അതെവിടെയാ അതെ പണിയുമ്പോൾ എല്ലാതും പണിതുണ്ട്. വേണ്ട ഉപയോഗിക്കാത്ത ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ഇതേ ഇവിടെ. പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ ഇവിടത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഡിസൈൻ വരാണ്ടിരിക്കാം. പക്ഷെ മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് എന്നിട്ടാണ് ഇങ്ങനെ എന്തോ എന്നിട്ടതിന് പറയാ നമ്മുടെ സ്റ്റീലിന്റെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യണം. അപ്പൊ അത്ര വലിയ കാശ് നല്ല ലാഭമായി കാരണം നമ്മളത് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അതിന് പകരം ഈ സംഭവം വിട്ടു, പരിപാടി തീർത്തു. ഓക്കെ, ഈ സംഭവം അതിന് വേണ്ടിട്ടല്ലേ അപ്പച്ചന് ഇവിടെ കാക്കയുടെ ശല്യം വെച്ചാ പിന്നെ കാക്ക വരില്ലല്ലോ. അത് ശരിയാണ്, ശരിയാണല്ലോ. വാട്ടന്റെ ഇടിക ഇവിടെ പിന്നെ 3 പടികൾ വെച്ചിട്ടുണ്ട്. അതിന് പിടുത്തൊന്നുമില്ലേ, ഇങ്ങനെ ചാടിച്ചാടി ഇറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ വെച്ചത് ഒരു സ്റ്റീലിന്റെ ബാരിക്കേഡ് പോലെ കേട്ടോ. കാരണം ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായതുകൊണ്ട് നമ്മള് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ടൊക്കെ നിക്കാം. ഇങ്ങനെയൊക്കെ നിക്കാം. അടിപൊളിയാണ്. നിക്കാറില്ലേ, എനിക്ക് വരാറന്നില്ലേ. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ മുകളിൽ കയറാൻ വേണ്ടിട്ട് പിന്നെ ഒരു സ്റ്റീലിന്റെ കോണിയാണ് കേട്ടോ വെച്ചാണത്. സ്റ്റീലിന്റെ കോണിയാണ് വെച്ചാണത്. അതിന് പിടുത്തുണ്ട്. സ്റ്റീലിന്റെ കോണിയാണ് കേട്ടോ. സ്റ്റീലിന്റെ കോണികളിൽ പടി ഇറങ്ങാം. പടി സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ അടി തെറ്റിയാൽ ആനയും വീഴും. ഈശ്വര എത്തി. അങ്ങനെ ഗൈസ് നമ്മൾ താഴ്ത്തു. ഇത് നമ്മുടെ ഈ സ്ഥലത്തിന് നമ്മള് വർക്ക് ഏരിയ തന്നെ പറയാം. അങ്ങനെ തന്നെയാണ്, വർക്ക് ഏരിയ തന്നെയാണ്. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷ് ബേസൻ, വെള്ളമില്ലാത്ത വാഷ് ബേസൻ. വെള്ളമൊക്കെ ഉണ്ട്, അടിയിൽ ഓഫ് ചെയ്ത് വെച്ചേക്കുക. വാഷ് ബേസൻ ഉണ്ട് കേട്ടോ. വാഷ് ബേസിന്റെ അടിയിലത്തെ കണക്ഷൻ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ഉപയോഗിക്കാറില്ല, വെറുതെ വെച്ചാണത്. വെറുതെ എന്റെ കാശ് കളയല്ലേ. പിന്നെ മറ്റേ ഗ്രില്ലൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ്
മെയിൻ സംഭവിക്കുന്നത് ഇത് എന്തിനാണെന്നറിയോ? ഇൻവെർട്ടർ. ആ ഇൻവെർട്ടർ നമ്മൾ ഇവിടെ ആയിട്ട് വെച്ചാണ് ആർക്കും ശല്യമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇൻവെർട്ടർ അത് ആ ഇലക്ട്രീഷ്യൻ ചെയ്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കണക്ഷനാണ് ആളിവിടെ കൊടുത്താണ്. കാരണം ഇത്ര വലിയ ബാറ്ററി ഇവിടെ ചോദിച്ചു ഇവിടെ കൊണ്ടുവയ്ക്കണം. അത് പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അത് തുറക്കാൻ പറ്റില്ലേ? ഇത് തുറക്കാൻ പറ്റും. ഇത് എങ്ങനെ തുറക്കും? ഇത് പഴന്തേപ്പന തുറന്നുണ്ടാവില്ല. ഇല്ലേ, തുറന്നിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഈ സാധനം തുറക്കുന്നത്. ഇവിടെ ഇത് സ്ലൈഡ് വിൻഡോ കേട്ടോ വെച്ചേക്കണേ. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിച്ചതാ, പുറത്തുനിന്ന് പഠിപ്പിച്ചത്. ഇത് സ്റ്റീലിന്റെ അതെ, മറ്റേ ഗ്രില്ല് പണിതിപ്പോ താഴത്തെ ഗ്രില്ല് പണിതിപ്പോ പണിച്ചത്. ഇത് സ്റ്റീൽ വിൻഡോ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടില് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ വീട്ടില് ഡോറുകള് ആകെ 4 ഡോറ്, അതായത് റൂമിന്റെ 4 ഡോറ് മാത്രമാണ് നമ്മള് മരത്തിന്റെ വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റീലാണ് കേട്ടോ. വിൻഡോസും എല്ലാതും സ്റ്റീലാണ്. ഇവിടെ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിച്ചോണ്ട്. മരം നമ്മൾ ഉപയോഗിക്കല് കുറച്ചൊക്കെയാണ്. മരം ശരിക്കും ഇല്ല നമ്മുടെ വീട്ടിൽ. ആകെ 4 വാതിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സ്റ്റീലാണ്. നമ്മൾ ഉപയോഗിച്ചോണ്ട് കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് മെയിൻ സാധനം ഉപയോഗമില്ലാത്ത പൊടി പിടിച്ചിരിക്കുന്ന വാഷിംഗ് മെഷീൻ. ഞങ്ങളിവിടെ കല്ലുമ്മേണ് അലക്കുക, അതുകൊണ്ട് വാഷിംഗ് മെഷീൻ അധികം ഉപയോഗിക്കില്ല. വാഷിംഗ് മെഷീൻ കണ്ടില്ലേ, മേടിച്ച മാതിരി തന്നെ പുതിയ പുത്തൻ ക്ലീൻ. പിന്നെ ഇവിടെ മറ്റേ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ട്രാൻസ്ഫോമർ പോലത്തെ സാധനം. പിന്നെ വാഷിംഗ് മെഷീൻ്റെ പൈപ്പൊക്കെ ഇതാണ് സെറ്റപ്പ്. ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് പ്രത്യേക ഏരിയ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കട്ടില, അപ്പൊ അത് ഇവിടെ കൊടുത്തിട്ടു. പിന്നെ ഇതെന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു സ്റ്റാൻഡ് ഉണ്ടായി, അത് ഇവിടെ കൊടുത്തിട്ടു. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇനി പിന്നെ വേറെ മറ്റേ ഇത് ഇവിടെ അത്ര ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കാം കേട്ടോ. ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ചെറിയ റൂം കേട്ടോ. അപ്പൊ ഇത് ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഇവിടെ ആരും കിടന്നിട്ടില്ല, ഇതുവരെയ്ക്ക് ആരും കിടന്നിട്ടില്ല ഇവിടെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ താഴത്തുള്ള പോലെ തന്നെ 3 പാളിയുടെ ഒരു നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മേക്കപ്പ് സെറ്റാണിത്. മേക്കപ്പിന് വേണ്ടിയിട്ടാണ് മേക്കപ്പ് ടേബിൾ. മേക്കപ്പ് ടേബിളാ? മേക്കപ്പ് ടേബിളാണ്. മിററൊക്കെ വെച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ഏരിയയാണ്. കാരണം ഇവിടെ ആരും കിടന്നില്ല, പെട്ടികളൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ പെട്ടികളല്ലാതും. പിന്നെ ഇവിടെ ഒരു ഡബിൾ കോൾഡിന്റെ ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു തുണികൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ നമ്മുടെ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ ഓക്കെ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരും ഉപയോഗിക്കാത്ത, നമ്മുടെ വീട് പണിത് കഴിഞ്ഞ് 3 വർഷമായി, ഇതുവരെയ്ക്കും ഒരാൾ പോലും ഒരു മൂത്രം പോലും ഒഴിക്കാത്ത ഒരു ബാത്റൂം ഉണ്ട് നമുക്ക്. ഇത് പണി കഴിഞ്ഞത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇതുവരെയ്ക്ക് ആരും ഇത് ഉപയോഗിച്ചിട്ടില്ലേ? നോക്ക്, 3 കൊല്ലായി. എങ്ങനെയാണോ വാങ്ങിയത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഗസ്റ്റ് റൂമാണ്. ആരെങ്കിലും ഗസ്റ്റുകൾ എന്തെങ്കിലും വന്നാൽ നമുക്ക് ഇവിടെ കിടക്കാം. ഇനി നമ്മളെ ഈ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിച്ചതൊക്കെ ഇതൊന്നും വലിയ ബ്രാൻഡ് സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ലോക്കലാണ്. ഒക്കെ ലോക്കലാണ്. ഇതിലാകും ബ്രാൻഡ് എന്ന് പറയാൻ ഈ സാധനം മാത്രമേ ഉള്ളൂ. ക്ലോസറ്റ്, സേർഡ്. ബാക്കി ഈ സാധനങ്ങളൊക്കെ നമ്മൾ ലോക്കൽ വാങ്ങിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 6 വർഷം 7 വർഷം കൊണ്ട് വാറണ്ടി ഉണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ പുതിയത് വരും. നമുക്ക് കുഴപ്പമില്ല, 7 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുകൊടുത്താലും നമുക്ക് പുതിയത് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം ലോക്കൽ വെച്ചാണ്. ഈ സാധനമൊക്കെ വേണ്ട, ഇതൊക്കെ നല്ല പവറാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞിട്ടാ, നമ്മുടെ ടാങ്ക് ആ സാധനം പണിതിട്ട് അതിന്റെ മുകളിൽ സ്റ്റാൻഡിൽ വെച്ചേക്കണ കാരണം നമ്മുടെ വീട്ടിലെ വെള്ളത്തിന് ഭയങ്കര, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ല ഫോഴ്സിലെ വെള്ളം തന്നെ. കാരണം നമ്മുടെ ടാങ്ക് അത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഒരു ഉപകാരം തന്നെയാണ് ആ സാധനം പണിതുകൊണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചാണ്. നമ്മുടെ വീട്ടില് എത്ര ബെഡ്റൂമുണ്ട്? 4 ബെഡ്റൂമുണ്ട്. പിന്നെ ഒരു ഹാള്, പിന്നെ വിസിറ്റിംഗ് ഹാള്,
പിന്നെ മുകളിലെ ഇത് എല്ലായിടത്തും നമ്മൾ ഉപയോഗിച്ചാണ് ഇത് ഈ ഫാനാണ് കേട്ടോ. ഇത് എന്നിട്ടാണ് BLCDയുടെ ഫാനാണ്. നോക്കിയാൽ ഇത് ഓണാവുമ്പോൾ കാണിച്ചു കേട്ടോ. ആ ഇത് ഏതൊരു കമ്പനി എന്നിട്ടാണ് കർമ്മിയ ഇർമിയ അങ്ങനെ എന്താണ് വാങ്ങിച്ചാർന്ന്. കുഴപ്പമില്ല, സംഭവം അടിപൊളിയാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കറണ്ട് കാശ് വളരെ കുറവാണ് വരാമെന്ന് അവർ പറഞ്ഞു കാണാം. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത കാരണം അതിനെക്കുറിച്ച് അത്ര വലിയ ഇത് ബോധമായിട്ടില്ല. പിന്നെ നമ്മുടെ കബോർഡ് കേട്ടോ, കബോർഡ് ചെയ്താണ് കാണിച്ചില്ലെങ്കിൽ ഇവിടെ കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇത് നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ളത്. കാരണം ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും സാധനങ്ങളുണ്ടാവും, ഇതിലും ഒന്നുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ വേണ്ട, ഇതൊക്കെ പണി എങ്ങനെയാണോ കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മൾട്ടിവുഡിന്റെ കളർ ഇതാണ് കേട്ടാ. ഇത് പോളിഷ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ അതെ ഇതിനുള്ളില് കുറെ ആക്രസാധനങ്ങൾ കയറ്റിട്ടുണ്ട്. അങ്ങനെ തന്നെ സെയിം തട്ടുകൾ തന്നെ എല്ലാത്തിൻ്റെയും. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത റൂമിലേക്ക് പോകാം. നേരെ പോണത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം അങ്ങനെ പറയുന്നില്ല. താഴത്ത് മാസ്റ്റർ ബെഡ്റൂം മുകളിലേക്ക്, അതായത് നമ്മൾ താഴത്ത് എന്താണോ ഉള്ളത്, താഴത്തെ റൂമുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മുകളിലും കേട്ടോ. താഴത്തെ പോലെ തന്നെയാണ് മുകളിലും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബെഡുണ്ട്. ഒന്ന് ഇവൾക്കും അബ്രൂന് കിടക്കാൻ, ഇത് എനിക്ക് ആദ്യത്തിന് കിടക്കാൻ വേണ്ടിയിട്ടുണ്ടാ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെ 3 ജനലുണ്ട്, 3 പാളി, 2 പാളി, പിന്നെ 2 പാളി. ഇതൊക്കെ സ്റ്റീൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു AC ഉണ്ട്, BLCD ഫാൻ ഉണ്ട്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ 1 2 3 4 5 6 പാളികളുള്ള ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഡോറുകൾ മാത്രമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുള്ളത് മരം. പിന്നെ ഈ സാധനം ഇത് നമ്മൾ പണിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഇതിനെ ബെഡ് ടേബിൾ എന്നാണ് പറയാ. പക്ഷെ ഇത് ഇവിടെ ഇരിക്കുക ടേബിൾ ഇടാൻ സ്ഥലമില്ല. ഇത് ആദ്യം അവിടെയാണ് ഇരിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ശരിക്കും നമ്മുടെ എന്താ പറയാ ബെഡ് കിടക്കേണ്ടത് ഈ സ്ഥലത്താണ്, ഇവിടെ ഈ സ്പേസിലാണ് കിടക്കുന്നത്. പക്ഷെ നമ്മള് ഇത് ഈ ചെറിയ ബെഡ് ഇടുന്ന കാരണം ബെഡ് നമ്മൾ തള്ളിയിട്ട് സേഫ്റ്റിയാണ് സംഭവം, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ബാത്റൂം ഇതിപ്പോ ഇലക്ട്രീഷ്യന്റെ പുതിയൊരു ബുദ്ധിയാണ്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആക്സസ് ഫാനും ഏറ്റവും ഓക്കെ. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ഇതന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചൈനയിലുള്ള എന്തോ വെള്ളം ഇതൊക്കെ ഇത് തന്നെയാണ്. പിന്നെ ഇത് കാണാം, പിന്നെ സേറയുടെ വെള്ളം. പിന്നെ ടൈൽസ് എന്തോ ബ്രാൻഡ് ടൈൽസ് ആട്ടാ മേടിച്ചത്. ഒക്കെ പറ്റില്ല, അതൊരു വൈറ്റ് ഗ്രേ പോലെ കോമ്പിനേഷനിലുണ്ടാകുന്ന ടൈൽസ് ചെയ്തേക്കുന്നത്. പിന്നെ അത്രയുണ്ടോ. പിന്നെ ഡോറ് ഇതിന് ഇങ്ങനത്തെ കുറ്റിയായിട്ട് ഞങ്ങൾ വെച്ചോളാം. ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, കാരണം ഇതാകുമ്പോൾ സിമ്പിളാണ്, പിടിച്ചു ഓടിക്കൊന്നും വേണ്ട, നേരെ ഇങ്ങനെ കിടക്കാം, സിമ്പിളായിട്ട് കുറ്റിയിടുക. നമ്മുടെ ഈ ബാത്റൂം പണിതപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ ബാത്റൂമിൽ കിടന്നുറങ്ങാനാണ്. പക്ഷെ എനിക്ക് ഈ ബാത്റൂമിൽ വലിപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചക്കോസി പണിയെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചക്കോസി ഇതിനുള്ളിൽ കിടത്താൻ വേണ്ടിയിട്ട് ഈ വാതിലിന് നീട്ടം വലിപ്പം കൂടുതലുണ്ടാവണം എന്നുള്ള കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അതിനുശേഷം അതുകൊണ്ടാണ് നമ്മുടെ ബാത്റൂമിൽ കുറെ സ്പേസ് ഉള്ളത്. നല്ല സ്പേസ് ഉണ്ട്, ശരിക്കും കുറെ സ്പേസ് ഉണ്ട്. ഈ വാഷിംഗ് മെഷീൻ ഇവിടെ ഇവിടെ വെക്കാൻ സ്പേസ് ഉണ്ട്. ശരിക്കും ഈ ചക്കോസിക്കുള്ള സ്ഥലമായിട്ടുണ്ട്, പക്ഷെ നമുക്കത് വെക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ കടത്താൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഡപ്പി അങ്ങനത്തെ സംഭവമാണ്, അതൊന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ഡോറിൻ്റെ ഇത് ചെറുതായി പോയി. അത് നമ്മൾ ആദ്യം പണിയുന്ന സമയത്ത് ആളോട് പറഞ്ഞില്ല ഈ പണിക്കാരെടുത്ത് ഈ ഡോറിന് വലിപ്പം ഉണ്ടാവണമെന്നുള്ളൂ. അതാണ് മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തെന്ന് പറയുന്നത് ഇത് നമ്മുടെ പാസേജ് അല്ല. പാസേജ് ഇവിടെ താഴത്തുണ്ടായിരുന്ന വിസിറ്റ് ഞാൻ പറഞ്ഞില്ലേ, താഴത്തെന്താണുള്ള അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് മുകളിലും. ഇതൊരു വിസിറ്റിംഗ് ഹാള്, താഴത്തുള്ള വിസിറ്റിംഗ് ഹാള് നേരെ മുകളിൽ സെയിം. ഓക്കെ, ഇവിടെ TV ഫിറ്റ് ചെയ്യാൻ പറ്റും, സെയിം സംഭവം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ബാൽക്കണി.
ബാൽക്കണി ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം, എന്ത് വേണേലും ഇതാവും നോക്കിയാ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇലക്ട്രിക്കൽ ലൈനാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ. പിന്നെ നമ്മുടെ വീടിന്റെ ഒരു പ്രത്യേക ഒരു സംഭവം കൂടി വേറെ കിട്ടും, പറയാൻ പറഞ്ഞില്ലേ, നമ്മുടെ 6 പരകോള 1 2 3 4 5 ഉള്ളൂ, സോറി 5 പരകോള നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഗ്ലാസ് പരകോള ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോ സ്റ്റെയറിന്റെ അവിടെ നിന്നുള്ളതാണ് കേട്ടോ. ഇതിനുള്ളിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ, എല്ലാത്തിനുള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 വിൻഡോ ഉണ്ട്. അപ്പൊ അങ്ങനെ തൂണുണ്ട്. പിന്നെ ഈ തൂണ്, ഇത് താഴത്തെ തൂണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തൂണ് അയാൾ പകുതി ചെയ്തുള്ളൂ. ശരിക്കും പകുതി ചെയ്യുന്നതാണ് ഇവിടെ വരെ ചെയ്യുന്ന ഭംഗി എന്ന് എല്ലാവരും പറഞ്ഞ്. ആ താഴത്തത് ഞാൻ ഫുള്ള് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പകുതി ചെയ്തോളാം. ഇത് നമ്മുടെ മറ്റേ ഷോവാളാണ് കേട്ടോ. ഷോവാളിന്റെ ഉള്ളില് ഫുള്ള് ഗ്ലാഡിങ് ടൈൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട് നമ്മുടെ ഷോവാള്. അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്തിട്ടാണ് പറയാൻ വന്നാ, പിന്നെ നമ്മളത് ഫ്രണ്ടിലത്തെ ഷീറ്റ് നമ്മുടെ സീറ്റ് ഇതിൽ അടിച്ചോളാണ് ഷീറ്റാണിത്. നമ്മളെ വർക്കേരിയയും അപ്പുറത്തുണ്ട്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. പിന്നെ എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ളത് പിന്നെ ഇവിടെ എൻ്റെ ആഗ്രഹമാണ്, ഇവിടെ മറ്റേ ഒരു ഞാല് ചട്ടിയിട്ട് ഇങ്ങനെ കാലും കാലിട്ട് ഇങ്ങനെ ഇരിക്കണം. കസാരയൊക്കെ റെഡിയാണ്, പക്ഷെ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ ഇരിക്കണ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ പിന്നെ എന്നിട്ടാന്ന് അറിയാം പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ ഇത് നമ്മള് സ്റ്റീലില് ഇതാണ് വെച്ചാൽ പിന്നെ അതിൻ്റെ അടിയിൽ ഗ്ലാസ് ഇട്ടുണ്ട്. എന്നിട്ട് നോക്കണേ പൊട്ടമാണോ നല്ല മണ, അടിപൊളിയല്ലേ ഇങ്ങനെയൊക്കെ. ഇതാണ് സ്റ്റെയർ, ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. ഇത്ര വലിയ പിന്നെ അതായത് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചിലന്തി ഗ്ലാസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പരകോള, അത് ഇവിടെ ഉണ്ട്. വിൻഡോ ഇത്ര തന്നെ ഉള്ളൂ സംഭവം. അപ്പം നമ്മുടെ വീട് എല്ലാവരും കണ്ടു. ഫസ്റ്റ് പാർട്ട് സെജിമോൾ അവതരിപ്പിച്ചു, സെക്കൻഡ് പാർട്ട് ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. പിന്നെ എന്നിട്ടാണ് പറയുക, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.